ഒരു ഉടായ്പുമില്ല, നിങ്ങൾ പോവാൻ നോക്കിക്കേ. അതും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഓട്ടോയിലിരിക്കുമ്പോൾ മനസ്സ് കുതിക്കുകയായിരുന്നു. ജംഗ്ഷനിലെത്താറായപ്പോഴേ എത്തി വലിഞ്ഞു നോക്കി. സുഭദ്ര അവിടെ തന്നെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ആശ്വാസമായത്. ഡ്രൈവറോട് ദാ ആ ഇരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് നിർത്തൂ എന്ന് പറഞ്ഞു. ഓട്ടോയിൽ നിന്നിറങ്ങി അടുത്ത് ചെല്ലുമ്പോൾ സംശയത്തോടെ അവർ നോക്കുന്നുണ്ടായിരുന്നു. വാ എഴുന്നേൽക്ക്, ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് കൈ നീട്ടി. ആരാ, മനസ്സിലായില്ലല്ലോ. ഞാൻ ഭദ്രയാണ്, ദേവരാജന്റെ മകൾ. ഞാനത് പറയുമ്പോൾ അവിശ്വസനീയതയോടെ അവർ എന്നെ നോക്കി. പിന്നെ താമസിച്ചില്ല, ഞാൻ അവരുടെ കയ്യിൽ പിടിച്ച് പതുക്കെ എഴുന്നേൽപ്പിച്ചു. ഓട്ടോയിലിരുത്തി സഞ്ചി എടുത്തു വെച്ചു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഞാൻ അവരെ നോക്കി. അപ്പോൾ അവർ സ്ഥലം പറഞ്ഞു കൊടുത്തു. ഓട്ടോയിലിരുന്ന സമയം അത്രയും അവർ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ ഞാനിരുന്നു. നാട്ടിലെത്തിയപ്പോൾ എനിക്ക് നേരിയ ഭയമുണ്ടായി. ദൈവമേ, അച്ഛനെങ്ങാനും അറിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ അറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ചുപോയി. കുറച്ചു ദൂരം പിന്നിട്ട് ഒരു ഇടവഴിയിലൂടെ ഓട്ടോ ഒരു ചെറിയ ഓടിട്ട വീടിന് മുന്നിലെത്തി. മുറ്റത്ത് ചെറിയൊരു പൂന്തോട്ടമുണ്ട്. റോസയും മുല്ലയുമാണ് പ്രധാന ചെടികൾ. രണ്ടും പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഒരു ചെറിയ കൂട്ടിൽ 2-3 വെള്ളപ്രാവുകൾ. ചെറുതെങ്കിലും ആ വീടിനൊരു ഭംഗിയുണ്ടായിരുന്നു. ഭദ്രയുടെ കൈ പിടിച്ച് സുഭദ്ര ഇറങ്ങി. വാതിൽ തുറന്ന് അവർ അകത്ത് കയറി. ഭദ്ര ഒരു നിമിഷം സംശയിച്ച് മുറ്റത്ത് നിന്നു. കയറി വാ മോളെ, സുഭദ്ര അവളെ നോക്കി പറഞ്ഞു. പിന്നെ സംശയിച്ചില്ല, അവളും അകത്ത് കയറി. മോളിരിക്ക്, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം എന്നും പറഞ്ഞ് സുഭദ്ര എഴുന്നേറ്റു. ഓ, എനിക്കൊന്നും വേണ്ട, അപ്പച്ചി റെസ്റ്റ് എടുത്തോളൂ. ഞാനത് പറഞ്ഞതും സുഭദ്ര അപ്പച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും കുഴങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് അപ്പച്ചി എൻ്റെ മുഖം പിടിച്ചുയർത്തി വാത്സല്യത്തോടെ ഉമ്മ വച്ചു. മോൾക്കെന്നെ അറിയാമായിരുന്നോ? രാവിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി ഇറങ്ങിയതാ. നല്ല വെയിലല്ലേ, അതാവും തല ചുറ്റിയത്. പിന്നെ എന്തൊക്കെയോ അവർക്ക് ചോദിക്കണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് പുറത്ത് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത്. ഭഗവാനെ, ശിവേട്ടൻ! ഒരു മിന്നൽ എൻ്റെ ദേഹത്തൂടെ പാഞ്ഞുപോയി. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ശിവൻ കയറി വന്നത്. അമ്മയോട് എത്ര തവണ ഞാൻ... അത്രയും പറഞ്ഞപ്പോഴാണ് അവൻ ഭദ്രയെ കണ്ടത്. അവൻ അന്തം വിട്ട് അവളെ നോക്കി. നീയോ? നീ എന്താ ഇവിടെ? റോഡിൽ വെച്ച് തല ചുറ്റി. ഭദ്രമോള എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. സുഭദ്രയാണ് മറുപടി കൊടുത്തത്. അമ്മ എന്തിനാ ഇതൊക്കെ വാങ്ങാൻ പോയേ? എന്തേലും വേണേൽ എന്നോട് പറഞ്ഞാൽ പോരേ? മൊബൈൽ എടുക്കാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി. പിന്നെ അവിടെ നിൽക്കാൻ എനിക്കും തോന്നിയില്ല. പോട്ടെ അപ്പച്ചി എന്നും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. ആദ്യമായിട്ട് വന്നിട്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും തരാൻ കഴിഞ്ഞില്ലല്ലോ. അത് സാരമില്ല, ഇനിയൊരിക്കലാകട്ടെ. ഇനിയൊരിക്കൽ മോളിതുവഴി വരുമോ? ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ദേവേട്ടൻ? അച്ഛന് സുഖമാണ്. അതും പറഞ്ഞ് ഞാൻ ഇറങ്ങി. മുറ്റം വരെ സുഭദ്ര കൂടെ ചെന്നു. മോൾക്ക് വഴി അറിയുമോ? സാരമില്ല, ഞാൻ ആ റോഡിൽ കയറി ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. പറ്റിയാൽ ഭാമയടത്തിയെ ഞാൻ തിരക്കിയെന്ന് പറയണം. അതും പറഞ്ഞ് വീണ്ടും എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടാണ് അവർ യാത്രയാക്കിയത്. ഇടറോഡിലൂടെ നല്ല വേഗത്തിലാണ് നടന്നത്. എത്രയും പെട്ടെന്ന് മെയിൻ റോഡിലെത്തി ഓട്ടോ പിടിക്കണം, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാണ്. അപ്പോഴാണ് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. ബുള്ളറ്റ് അവൾക്കടുത്തായി വന്നു നിന്നു. ഒന്ന് നിന്നേ. ശിവനാണ്. ഞാൻ തലയുയർത്തി നോക്കി. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ തിരിച്ചു ചോദിച്ചു. ഇപ്പോഴെവിടുന്ന് വന്ന ഒരു പുതിയ സ്നേഹവും ബന്ധം പുതുക്കലുമൊക്കെ? ബന്ധം പുതുക്കാനൊന്നും വന്നതല്ല. അപ്പച്ചി അവിടെ തളർന്നിരിക്കുന്നത് കണ്ടു, അതുകൊണ്ട് കൊണ്ടുവന്നാക്കി, അത്രേ ഉള്ളൂ. അവളും വിട്ടുകൊടുത്തില്ല. ഇപ്പോഴാണോ അപ്പച്ചിയുടെ തളർച്ച നിന്റെ വീട്ടുകാരുടെ കണ്ണിൽപ്പെട്ടത്? ശിവൻ പുച്ഛത്തോടെ ചോദിച്ചു. വീട്ടുകാരുടെ അറിവോടെയൊന്നും അല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ. ഓഹോ, എന്നാ കേട്ടോ, എനിക്കിഷ്ടമല്ല നീയോ നിന്റെ കുടുംബക്കാരോ ആയിട്ടുള്ള ഒരു സഹകരണവും. അതുകൊണ്ട് മേലാൽ പഴയ ബന്ധവും പറഞ്ഞുകൊണ്ട് കൊച്ചു തമ്പുരാട്ടി ഈ വഴിക്ക് വന്നേക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി, കേട്ടല്ലോ. അതും പറഞ്ഞ് ശിവൻ ബുള്ളറ്റ് ഓടിച്ചു പോയി. തലയ്ക്കടിയേറ്റ പോലെ ഞാൻ അവിടെ നിന്നുപോയി. തുടരും. Nacho